വിദേശത്ത് നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പഠിക്കാൻ വരുന്ന പല വിദ്യാർത്ഥികളുടെയും സ്വപ്നം ഒരു ലോകോത്തര ബിരുദം നേടുക എന്നതാണ്. അതുപോലെ നല്ലൊരു ജോലി നേടാനും ഈ രാജ്യത്ത് സ്ഥിരതാമസമാക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഒരു വിസ കിട്ടിയതുകൊണ്ടോ നല്ല ശമ്പളം കിട്ടിയതുകൊണ്ടോ PR കിട്ടിയതുകൊണ്ടോ മാത്രം കാര്യമില്ല. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ വളരെയധികം കഷ്ടപ്പെടാനും പ്രതിസന്ധികളെ തരണം ചെയ്യാനുമുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിലാണ് കാര്യം. എല്ലാം തുടങ്ങുന്നത് ഒരു വിസയിൽ നിന്നാണ്. ഒരു വൺ വേ ടിക്കറ്റോ അല്ലെങ്കിൽ റിട്ടേൺ ടിക്കറ്റോ എടുത്ത് അവർ യാത്ര തുടങ്ങുന്നു. പലർക്കും ഓസ്ട്രേലിയയിൽ ഇറങ്ങുന്നത് തന്നെ ആദ്യത്തെ സ്വാതന്ത്ര്യമാണ്. വിമാനം നിറയെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിരിക്കും. ഡോളറിൽ പൈസ സമ്പാദിക്കാം, അത് വീട്ടിലേക്ക് അയക്കാം, ഒരു പുതിയ ലോകത്ത് ജീവിക്കാം എന്നൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് സന്തോഷം തോന്നുന്നു. എന്നാൽ ഈ സന്തോഷം അധിക നേരം നീണ്ടു നിൽക്കില്ല. ക്ലാസ്സുകൾ കഠിനമാവുന്നു, സ്ഥലങ്ങൾ പരിചിതമല്ലാതാവുന്നു, അതുപോലെ ചിലവുകൾ താങ്ങാൻ പറ്റുന്നതിലും അധികമാവുന്നു. ഹോം സിക്നസ്, പഠനത്തിൻ്റെ സമ്മർദ്ദം എന്നിവ അവരെ ബുദ്ധിമുട്ടിക്കുന്നു. അവരുടെ സ്വപ്നം കുറച്ചുകൂടി അകലെയാണെന്ന് അവർക്ക് തോന്നുന്നു. സംസ്കാരവുമായി പൊരുത്തപ്പെടാൻ പഠിക്കുക. ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ രീതികളുമായി പൊരുത്തപ്പെടുന്നത് ഒരു ജോലിയാണ്. പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കുക, പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കുക, അവിടുത്തെ ഭാഷ പഠിക്കുക എന്നിവയെല്ലാം വിദ്യാർത്ഥികൾ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. ചില സമയങ്ങളിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാം. പല രാജ്യങ്ങളിൽ നിന്നുമുള്ള സുഹൃത്തുക്കളുമായി ഭക്ഷണം പങ്കുവയ്ക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഗ്രൂപ്പുകളിൽ ചെയ്യുക, ഒരു ജോലി കണ്ടെത്തുക എന്നിവ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. മറ്റു ചില സമയങ്ങളിൽ വിഷമം തോന്നാം, ഒറ്റയ്ക്കാണെന്ന് തോന്നുക, പഠനത്തിൽ പിന്നോട്ട് പോവുക, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എങ്കിലും വിദ്യാർത്ഥികൾ പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നു. അവർ പഠിക്കുന്നു, കൂടുതൽ ശക്തരാകുന്നു. പരീക്ഷ പാസ്സാവുന്നതല്ല വലിയ കാര്യം. പഠനത്തോടൊപ്പം ഒരു ജോലി ചെയ്യുകയും വാടക കൊടുക്കാനും മറ്റു ചിലവുകൾ നടത്താനുമുള്ള പൈസ കണ്ടെത്തുക എന്നുള്ളതാണ് വലിയ വെല്ലുവിളി. ഈ കാര്യങ്ങൾ അവരെ കൂടുതൽ ശക്തരാക്കുന്നു. സ്വന്തമായി പൈസ ഉണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുമ്പോൾ അത് വലിയ കാര്യമായി അവർക്ക് തോന്നുന്നു. ഇന്ത്യയിൽ നിന്നുള്ള കൊമേഴ്സ് വിദ്യാർത്ഥിയായ അർജുൻ പറയുന്നു, എനിക്ക് വീട്ടിൽ നിന്ന് പണം വാങ്ങാതെ എൻ്റെ ട്യൂഷൻ ഫീസ് അടക്കാൻ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിജയിച്ചു എന്ന് തോന്നിയത്. അതെനിക്ക് ഒരുപാട് ആത്മവിശ്വാസം നൽകി എന്നാണ്. ബിരുദം കിട്ടുന്നത് ഒരു വലിയ സന്തോഷമാണ്. വർഷങ്ങളുടെ കഷ്ടപ്പാടിനും വിഷമങ്ങൾക്കും ശേഷമുള്ള ഒരു അംഗീകാരമായി അതിനെ കാണുന്നു. എന്നാൽ ബിരുദം കിട്ടിയതിന് ശേഷം അടുത്തത് എന്താണ് എന്നുള്ള ചിന്ത അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ചിലർക്ക് പഠിച്ചതിനനുസരിച്ചുള്ള ജോലി കിട്ടുന്നു, മറ്റു ചിലർ ജോലി കിട്ടാനായി കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ കിട്ടിയ ജോലിയിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നു. ഒരു ജോലി കിട്ടാനും സ്ഥിരതാമസമാക്കാനുമുള്ള യാത്ര ഒരുപാട് ദൂരമുള്ളതാണ്. നേപ്പാളിൽ നിന്നുള്ള രാജ് എന്ന വിദ്യാർത്ഥി പറയുന്നത്, ഞാൻ എഞ്ചിനീയറിംഗിൽ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി, പക്ഷേ വാടക കൊടുക്കാൻ വേണ്ടി ഒരു വെയർഹൗസിൽ ജോലി ചെയ്യേണ്ടി വന്നു. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ പഠിച്ചിറങ്ങുമ്പോൾ വിചാരിച്ചത് എന്നാണ്. പല വിദ്യാർത്ഥികൾക്കും ഇവിടെ സ്ഥിരതാമസമാക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിട്ടാണ് അവർ കരുതുന്നത്. സുരക്ഷിതത്വവും ഈ നാട്ടിലുള്ള ഒരാളായി മാറാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടിയതിനു ശേഷവും പല ചോദ്യങ്ങളും ബാക്കിയുണ്ടാവാം. ഇനി എന്ത്? അടുത്ത ലക്ഷ്യം എന്താണ്? ചിലർ PR-നെ അപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിന് ശ്രമിക്കുന്നു. മറ്റു ചിലർ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നു, വീട്ടിലുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതം തുടങ്ങുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർ സ്വയം ചോദിക്കുന്നുണ്ടാവും, ഇതാണോ ശരിയായ വിജയം? വിജയം എന്നത് ഒരു വിസ കിട്ടുന്നതിലോ ഒരു വീട് വാങ്ങുന്നതിലോ അല്ല, നമ്മൾ ഓരോ ദിവസവും മെച്ചപ്പെടുന്നതിലാണ് കാര്യം. കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാക്കുക, സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുക, നമ്മളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക എന്നിവയാണ് വിജയം. ചൈനയിൽ നിന്നുള്ള ബിരുദ വിദ്യാർത്ഥിനിയായ മെയ് പറയുന്നത്, നമ്മൾ എപ്പോഴും വലിയ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ പോകുന്നു. PR, നല്ല ജോലി, കാർ എന്നിവയെല്ലാം നേടാൻ ശ്രമിക്കുന്നു. പക്ഷേ സന്തോഷത്തോടെ ജീവിക്കുക, സമൃദ്ധിയോടെ ഇരിക്കുക, വളർന്നുകൊണ്ടിരിക്കുക എന്നതൊക്കെയാണ് യഥാർത്ഥ വിജയമെന്ന് നമ്മൾ മറന്നു പോകുന്നു. ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെയാണ് വിജയം അളക്കുന്നത്. എന്നാൽ ഒരു വിദേശ വിദ്യാർത്ഥിയുടെ അനുഭവം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു. വെല്ലുവിളികൾ നിറഞ്ഞ വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും വിജയിക്കുന്നത്. ബിരുദം നേടിയാലും ജോലി കിട്ടിയാലും ഭാവിയിൽ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ചാലും കഥ അവിടെ അവസാനിക്കുന്നില്ല. ഒരു പുതിയ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവാം. എന്നാൽ അതിലൂടെ നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ടവരായി മാറുന്നു. ആദ്യമായി വിമാനം കയറിയ ആ ധൈര്യശാലികൾക്ക് ഈ യാത്ര ഒരു തുടക്കം മാത്രമാണ്. വളർച്ചയുടെയും കണ്ടെത്തലിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു യാത്ര. വിജയമെന്നത് ഒരു നിശ്ചിത ലക്ഷ്യസ്ഥാനമല്ല, മറിച്ച് തുടർച്ചയായ ഒരു പ്രക്രിയയാണ്. ഓരോ ദിവസവും നമ്മൾ പഠിക്കുകയും വളരുകയും ചെയ്യുന്നു. പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തരാകുന്നു. ഓരോ വിദേശ വിദ്യാർത്ഥിയുടെയും ജീവിതം ഒരു പാഠപുസ്തകമാണ്. പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാമെന്നും എങ്ങനെ വിജയം നേടാമെന്നും അവരിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അവരുടെ അനുഭവങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ.